4 വിവാഹം കഴിച്ചു. ഈ 4 വിവാഹം കഴിച്ചതിൽ നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നത് 3 വിവാഹത്തെക്കുറിച്ചുള്ളൂ. 3 വിവാഹം നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഈ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ചിട്ട് വലിയ ധാരണ ആർക്കുമില്ല. എന്നാലും ഒരു നോർത്ത് ഇന്ത്യക്കാരിയായിരുന്നു എന്ന് മാത്രം നമുക്കറിയാം. പോട്ടെ, ഞാൻ അതല്ല ഈ പറയുന്നത്. ഒന്നെന്നെ കെട്ടിയിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. അതിൻ്റെ ഇടയിലാണ് ഒന്നിടവിട്ട് അങ്ങനെ ഇപ്പോൾ 4ാമത്തെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നുന്നൊരു കാര്യം നമുക്ക് പറയാമല്ലോ. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ആരോടും വിരോധമില്ല. ഈ പറയുന്ന വ്യക്തിനെ കുറിച്ചിട്ടും വിരോധമില്ല. ഈ വ്യക്തി കല്യാണം കഴിച്ചിട്ടുള്ള ഈ 3 സ്ത്രീകളോടും നമുക്ക് പ്രത്യേക വിദ്വേഷമൊന്നുമില്ല. 4 പേരോട് കേട്ടോ. 4നിപ്പോൾ ഒന്നും നമ്മൾ ഒരു അറിയാത്ത സംഗതിയായിട്ട് കാര്യമായിട്ട് പറയുന്നില്ല. എന്നാലും 4 ഉണ്ട്. ഓക്കെ, അങ്ങനെ സംഗതി ഇതൊന്നല്ല പ്രശ്നം. ഈ 2ാമത് കെട്ടിക്കഴിഞ്ഞപ്പോൾ വീഡിയോൻ്റെ മുന്നിൽ വന്ന് കുറേ പാട്ടുകൾ പാടുന്നു, സ്നേഹങ്ങൾ വാരി വിതറുന്നു, ഇൻ്റർവ്യൂ കൂന, എന്തെങ്കിലും ഓണം വിഷുവിനൊക്കെ അതിൻ്റേതായ സദ്യ കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറെ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അത് പിന്നെ കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ച് അത് ഡൈവേഴ്സായപ്പോൾ നമുക്കൊക്കെ ഫീലിംഗായി. നല്ലൊരു ബന്ധമാണല്ലോ തകർന്നു പോയി എന്നുള്ളൊരു ഫീല് നമുക്കിങ്ങനെ ഉള്ളിൽ അടിച്ചു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഫീൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വിവാഹം. അടുത്തതും കെട്ടി. സംഭവം നോക്കി വന്നപ്പോൾ സെയിം റൂട്ടിൽ തന്നെയാണ് പോക്ക്. വീണ്ടും വീഡിയോൻ്റെ മുന്നിൽ വരുന്നു. പിന്നെ അവിടെ ഒരു കോമ്പറ്റീഷനാണ്. അതായത് ആദ്യത്തേൻ്റെ മുകളിൽ നന്നായിട്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ളൊരു കാണിച്ചു കൂട്ടാനുള്ളൊരു വ്യഗ്രത. ആ വ്യഗ്രത ഇതെല്ലാം നമ്മൾ കാണണം. അതും വീഡിയോൻ്റെ മുന്നിൽ തന്നെയാണ്. ഇതിലുണ്ട് ഈ സദ്യയും കാര്യങ്ങളൊക്കെ. ഉരുട്ടണു, വായിൽ വെച്ച് കൊടുക്കണു, തിരിച്ച് വെച്ച് കൊടുക്കണു, കമൻ്റ് അടിക്കണു, പോണു, പിന്നെ കുറേ ഇൻ്റർവ്യൂ കാര്യങ്ങൾ എല്ലാം ഓപ്പണാണ്. എല്ലാം സോഷ്യൽ മീഡിയയിൽ തുറന്ന പുസ്തകമാണ് ജീവിതം. ഇത്രയും ഓപ്പണായിട്ടുള്ള ഒരാളെ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത്രയും എന്താണ് ഓപ്പണായിട്ടുള്ള ലൈഫ് നമ്മളതും കാണുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു പോട്ടെ, അത് പാളി, പോട്ടെ, ഇത് നന്നായി പോകണ്ടല്ലോ, പോട്ടെ, എന്തൊക്കെയായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ, അതും അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെയും പറയാട്ടോ, ഇതൊക്കെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞങ്ങൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ട് ഒരു കാര്യം എന്തേലുമൊക്കെ പറയട്ടെ, അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ അതും ഇങ്ങനെ പോകെ കുറേ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവരെ പോക്ക് കറക്റ്റല്ല. അവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പുറപ്പെട്ട ഇൻ്റർവ്യൂകൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ തിരിച്ച് എതിരെയും പറഞ്ഞൊക്കെ തുടങ്ങി. ഈ സ്ത്രീ തിരിച്ചും പറഞ്ഞു തുടങ്ങി. ഇൻ്റർവ്യൂവിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞു ഒരു സുപ്രഭാതത്തിൽ ഇതാ കിടക്കണു, അതും പൊട്ടി. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താണ് അടുത്തത്, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ 3ാമത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വീണ്ടും കല്യാണമാണ്. അതും ഇവിടുന്ന് ആരും അറിയാതെ വേറെ സ്ഥലത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കെട്ടി നേരെ കൊണ്ടുവന്നു, അടുത്ത കല്യാണം. ഇത് തുടങ്ങി ഇപ്പോഴത്തെ പോക്ക് മറ്റേ 2 അതേ ടൈപ്പിൽ തന്നെ പോകുന്നു. വീഡിയോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറച്ചിക്കറി വെച്ചിട്ട് ആർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കഴിച്ച് ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ അതും ഇതന്നെയാണ്, സിസ്റ്റം തന്നെയാണ്. ഞങ്ങൾ വളരെ മറ്റ് 2 വിവാഹത്തിനും മുകളിൽ ഞങ്ങൾ കത്തിക്കയറി അടിച്ച് പൊളി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കണ്ട് അസൂയപ്പെട്ടോളൂ എന്നുള്ള രീതിയിലുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ആരും ഇങ്ങോട്ട് കയറി വരരുത്,
ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാർ ആവശ്യമില്ല, ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ അങ്ങനെ പറഞ്ഞ് കേട്ടത് ഓർമ്മയുള്ളൂ. പിന്നെ തുടരെ തുടരെ വീഡിയോകൾ തന്നെയാണ്. അപ്പോഴത്തേനും മറ്റേ യുദ്ധം തുടങ്ങി, മറ്റേ സൈഡിൽ നിന്ന് അറ്റാക്ക് തുടങ്ങി. ആദ്യത്തെ 2 വൈഫ്മാരെ കൂടെ അറ്റാക്കുകളൊക്കെ അറ്റാക്കുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഥകൾ മാറി. പീഡന പരമ്പരകളാണ്, തുടർന്ന് അങ്ങോട്ട് പീഡന പരമ്പരകളാണ്. അടിച്ചു, നിലത്തിട്ടു, ചോര ഛർദ്ദിച്ചു എന്നു ഒരു ഭാര്യ. രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കതും മനസ്സിലായിട്ടില്ല, എങ്ങനെയാണ് ഇപ്പോൾ ആ സ്ത്രീനെ ബലാത്സംഗം ചെയ്യുന്നത്. അതും പറയുന്നു, ബലാത്കാരമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, ബലാത്സംഗം ചെയ്യുന്നു എന്നൊക്കെ ആ സ്ത്രീ പറയുന്നത്. എന്താണ് ഇതിൻ്റെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ ഞാൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകനാണ് കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നത്, പ്രേക്ഷകനാണ്. നമുക്കിത് കാണാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടേ ഇരുന്നിട്ട് നിങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയരുത്, കേട്ടാൽ മാത്രം മതി. മനസ്സിലായി? നിങ്ങളൊക്കെ റേഡിയോ പോലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റേഡിയോ എന്ന് പാട്ട് നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത പാട്ട് വരുമ്പോൾ തിരിച്ച് പറഞ്ഞാൽ അത് നിർത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊന്നും വെച്ചിരിക്കുക, അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആക്കരുത്. നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. കാരണം ഇത്ര ഓപ്പണായിട്ട് വീഡിയോൻ്റെ മുന്നിൽ നിന്നിട്ട് അഹോരാത്രം വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സങ്കടമുള്ള കാര്യം എന്താണെന്നറിയാം, കുന്തവും കോലൊക്കെ ആയിട്ട് കുറേ ലുട്ടാപ്പിയോൾ, അതായത് സോഷ്യൽ മീഡിയ കത്തിച്ച് അവരുടെ പേര് കത്തിച്ച് കയറ്റാനുള്ള ഏറ്റവും വലിയ ആയുധമാണത്. അത് ഇനി ഇദ്ദേഹത്തിന് മനസ്സിലാവുണ്ടോയെന്നറിയില്ല. ഇനി ചിലപ്പോൾ ഇദ്ദേഹം മനസ്സിലായിട്ട് തന്നെ കട്ടക്കട്ട സോഷ്യൽ മീഡിയ എന്ന് നിറഞ്ഞിക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണെന്ന് മനസ്സിലായിട്ടില്ല. ലുട്ടാപ്പികളുടെ പ്രകടനം വേറെ, വേച്ചലക്കും. പിന്നെ ഇതിൽ തന്നെ പലർക്കും ഗിഫ്റ്റിൻ്റെ പ്രളയമാണ്. ഗിഫ്റ്റൊക്കെ പലർക്കും കിട്ടുന്നു, അങ്ങനെ സ്നേഹപ്രകടനങ്ങളും ഇങ്ങോട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒന്ന് മനസ്സിലായി. പക്ഷേ ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ ഇടയിൽ ആൾ പറയുന്നുണ്ട് ഞാനല്ല തുടങ്ങി വെച്ചത്, യുദ്ധം തുടങ്ങിയത് അവരാണെന്ന്. എന്തൊക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തോന്നിയ വേറൊരു കാര്യം പറയട്ടെ. 1 കെട്ടി ചീറ്റി, 2 കെട്ടി ചീറ്റി, 3 ഇങ്ങനെ പോട്ടെ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറയുന്നല്ല, 1 തന്നെ കെട്ടിയിട്ട് പൊളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാനസിക പ്രശ്നമാണ്. രണ്ടാമതൊരു പെണ്ണ് കെട്ടണം തന്നെ ഉണ്ടല്ലോ, കഷ്ടപ്പെടണം. 2ാം കെട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ്. പിന്നെ ഇതിലുള്ളൊരു എന്താ ഇപ്പോൾ ഒരു ചാവി എന്ന് പറഞ്ഞ സാധനം എന്താണ്, കാശ് കയ്യിലുണ്ടോ എന്തും നടക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ആസ്തിയൊക്കെ കേരളക്കരയിൽ ഒരാൾക്കും അറിയാത്തുണ്ടാവില്ല ഇയാൾക്ക് ഇപ്പം എത്ര ആസ്തി ഉണ്ടെന്ന്. അങ്ങനെ ഇയാളെ നിന്നോ എനിക്ക് ഇത്ര കോടിയുടെ ആസ്തി ഉണ്ട്, ഈ ആസ്തി കണ്ടിട്ടാണ് അവരൊക്കെ കളിക്കുന്നത് ആളെന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു വിഷയമുള്ള കേസല്ല. എന്നാലും ഒരു സാധാരണ ഒരു പ്രേക്ഷകനൊക്കെ ചിന്തിക്കുമ്പോഴേ ഈ 4 കെട്ടൊക്കെ വലിയൊരു സംഭവമാണ് കേട്ടോ. എളുപ്പമുള്ള പരിപാടിയല്ല അത്, അത്ര റിസ്ക് പിടിച്ച പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 4ാമത്തെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എൻ്റെ പൊന്നു സഹോദര, ഇതെങ്കിലും നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ വീഡിയോൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കാണാ കുറേ ഫാമിലി പ്രശ്നം വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടാനാണ്? അത് അങ്ങോട്ട് കേസായിട്ട് അങ്ങോട്ട് പോയി എങ്ങനെ തീർക്കാൻ നോക്ക്. ഇത് തീരൂല. ഈ പോട്ടെ, ഇനി എന്തേലും കേട്ടോ, 1, 2, 3 എത്രയും കെട്ടാവട്ടെ, ഇതെങ്കിലും ഒന്ന് നന്നായി ജീവിച്ചേക്ക്. ആരും അറിയട്ടെ, നിങ്ങളായിട്ട് ഒരു വഴിക്ക് പോയി നന്നായി ജീവിക്കുക, അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ഇതും ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്, എത്ര പേജുകാർ ജീവിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാനിപ്പോഴും പറയാട്ടോ, എന്തൊക്കെയായാലും ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളൂ, 3 എണ്ണമൊക്കെ കെട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യിലിരിപ്പോൾ അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ലേ എന്നൊരു ചിന്ത. ചിലപ്പോൾ ശരികൾ ഉണ്ടാവാം, മേ ബി. ഒന്നും കുറ്റം പറയുന്നില്ല, ഇപ്പോഴും കുറ്റം പറയുന്നില്ല. എന്നാലും പൊതുവായി ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ് കേട്ടോ. 3 എണ്ണമൊക്കെ കെട്ടിയിട്ട്, അപ്പോൾ 4 എണ്ണമാണ് നമ്മൾ അറിയപ്പെടുന്നത്, എന്നാലും 3 എണ്ണം നമ്മൾ എടുക്കുന്നുള്ളൂ. 3 എണ്ണമൊക്കെ കെട്ടിയിട്ട് എല്ലാം ഇങ്ങനെ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നത് എന്തോ ഒരു പ്രശ്നം എവിടെയും ഇല്ലേ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഈ 3ാമത്തെ ലൈഫെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയി ജീവിച്ച് മുന്നോട്ട് പോകാൻ
പറ്റട്ടെ, അത്രേ പറയുള്ളൂ. ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു പ്രേക്ഷകനാണ്, നിങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയെങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല, വിഷമം തോന്നുകയാണ്. അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി നാളെ വേറൊരു അമ്പലത്തിൽ നിന്ന് വേറൊരു കല്യാണം കഴിച്ചു കൊണ്ടിട്ട് ഇനി കേട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഇനി ഒന്നും പറയാനില്ല, മോശമാണ്, അത്രേ പറയാവുള്ളൂ. വയ്യ, മടുത്തു.